മമ്മൂക്ക ഒരു നമ്മളാരും പറഞ്ഞതല്ലല്ലോ, മമ്മൂക്ക അത് കണ്ടിട്ട് അതിനനുസരിച്ച് നിന്നതാണ്. എൻ്റെ മുടിയുടെ സ്റ്റൈൽ തന്നെയാണ് മമ്മൂക്ക അതിലുണ്ടായിരുന്നത്. സിനിമ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്തലില്ല, അത് മരണത്തോടു കൂടിയുള്ളൂ നിർത്തുക എന്നാണ് എല്ലാ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. മങ്കടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ മഞ്ഞളാംകുഴി അലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അലിക, എങ്ങനെയുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തന്നെ? ചൂട് ബാധിക്കുന്നുണ്ടോ പ്രചാരണത്തെ? നല്ല ചൂടാണ്, പിന്നെ അകത്തും പുറത്തും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്, പ്രയാസങ്ങളൊന്നുമില്ല. മങ്കട എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ്, എല്ലാ ആൾക്കാരും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതൊരു വലിയ പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മങ്കട തുടർച്ചയായിട്ടാണ് താങ്കൾ മത്സരിക്കുന്നത്. ഒരു തവണ പ്രതിനിധീകരിച്ച് മന്ത്രിയാവാനൊക്കെ സാധിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ടാവുമല്ലേ മണ്ഡലത്തെ സംബന്ധിച്ച്? അല്ല, മണ്ഡലത്തിൽ വിജയിക്കുന്നുള്ളൊരു സംശയമില്ല. നല്ല രീതിയിലാണ് UDFൻ്റെ പ്രവർത്തകർ തയ്യാറായി നിൽക്കുന്നത്. ഈ സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ UDF സർക്കാരിന് അധികാരത്തിലേറ്റണം എന്നുള്ളതിൻ്റെ വാശിയോടുകൂടിയാണ് മലപ്പുറം ജില്ലയിൽ മുഴുവനും കേരളത്തിലെ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് UDFൻ്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു സംശയമില്ല, ഇവിടെ നല്ല ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കുന്നതിനാണ് ഞങ്ങൾ പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തെ നിരവധി വികസന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിരുന്ന അങ്ങ് തന്നെ പറഞ്ഞിരുന്നു. അതിൽ ബാക്കി വെച്ച നടപ്പിലാക്കാൻ കഴിയാതെ പോയ പദ്ധതികൾ ഇനി നടപ്പിലാക്കണം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു ഇവിടെ അങ്ങാടിപ്പുറത്തൊരു ബൈപ്പാസ്. പാലം വന്നു, പാലം അത് പെട്ടെന്ന് തുടങ്ങി, അത് പെട്ടെന്ന് തീർത്തു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ പാലം കൊണ്ട് അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ തീരില്ല, അതുകൊണ്ടൊരു ബൈപ്പാസ് ഉദ്ദേശിച്ചിരുന്നു. ആ ബൈപ്പാസ് ഇതുവരെയും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. സർക്കാരിൽ പല പ്രാവശ്യം സംസാരിച്ചതാണ്, പല ചോദ്യോത്തരം സമയത്ത് ചോദ്യം ചോദിച്ചാണ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതായിരിക്കും ഈ LDF സർക്കാരിനെ ഒഴിവാക്കി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യമായിട്ട് മങ്കട മണ്ഡലത്തിൽ ചെയ്യാൻ പോകുന്നൊരു പ്രവൃത്തി. ഈ അങ്ങാടിപ്പുറം പറയുമ്പോൾ തന്നെ കേരളത്തിലാകമാനം പറയുന്നത് അവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ്. ഇപ്പോഴും പരിഹാരമാകാതെ കിടക്കുന്നത് ആ ബൈപ്പാസാണ്. അതിൽ സംസ്ഥാന സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ട് നടന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, ഒരു സംശയമില്ലല്ലോ. ഈ 10 വർഷം LDF സർക്കാർ ഇവിടെ ഭരിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണൻ എന്ന സ്പീക്കറായിരുന്നു. അദ്ദേഹം വലിയ ഒരു മീറ്റിങ്ങൊക്കെ പെരുന്തമണ്ണ മലപ്പുറത്തൊക്കെ വെച്ച് നടത്തി. ഇപ്പോൾ ആരംഭിക്കുന്നു പറഞ്ഞു, തുടങ്ങിയില്ല. അതിനുശേഷം പാലോളി അവരുടെ മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തെ പിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അവിടുത്തെ മന്ത്രിയെ കണ്ടു. ഇപ്പോൾ ആരംഭിക്കുന്നു പറഞ്ഞു, തുടങ്ങിയില്ല. അതിനുശേഷം പിന്നെ ശശികുമാർ, അതുപോലെ തന്നെ മങ്കട മണ്ഡലത്തിലെ കുറേയധികം നേതാക്കന്മാരൊക്കെ മാറി മാറി മന്ത്രിമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊന്നും ഒരു പിന്നെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു സ്ഥിതി. ഞാൻ തന്നെ പല പ്രാവശ്യം നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ചോദ്യോത്തര സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയെ നേരിട്ട് കണ്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫണ്ട് പിന്നെ ലഭിക്കുന്ന മുറക്ക്, അതായത് പണം ഉണ്ടാകുന്ന മുറക്ക് നമുക്കത് ആരംഭിക്കാമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകിയത്. UDF വന്നാലേ അത് നടക്കുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തിയോ കാര്യങ്ങൾ? അത് ഒരു സംശയമല്ല, ഇനി UDF ഫണ്ട് വരാൻ പോകുന്ന അപ്പം തന്നെയാണ് നടക്കാൻ പോകുന്നത്. മണ്ഡലത്തിൽ ഈ കുന്നത്ത് മുഹമ്മദിനെ പോലെയുള്ള മുൻ ലീഗ് നേതാക്കളെ ഇപ്പോൾ LDF പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്ന പ്രതീക്ഷ? അല്ല, അതിനെപ്പറ്റിയൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. മുഹമ്മദിൻ്റെ ഒരു സ്നേഹിതനാണ്, സുഹൃത്താണ്, അദ്ദേഹം മത്സരിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടു. അപ്പം നല്ല നടക്കട്ടെ. ഏതായാലും ഇപ്പോൾ ഒരു എതിരാളി വേണമല്ലോ, ഫ്രീ ആയിട്ടല്ലല്ലോ എല്ലാവരും. സ്വാഭാവികമായിട്ടൊരു എതിരാളി ഉണ്ടാവും. ഇലക്ഷനിൽ മത്സരിക്കട്ടെ. അതിനെപ്പറ്റിയൊന്നും എനിക്ക് നിലയിലാണ് കാണുന്നത്. വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നൊന്നുമില്ല, അങ്ങനെ ഇല്ല, ഒരു തിരിച്ചടി ഉണ്ടാവില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയി മുസ്ലിം ലീഗിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അണികൾ വളരെ ഉഷാറായിട്ടാണ് പ്രവർത്തിക്കുക. അത് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പം കണ്ടില്ല, നമ്മുടെ റസാക്ക് മടങ്ങി വന്നില്ലേ, നമ്മുടെ പിന്നെ ഇന്ന് കാരാട്ട് റസാക്ക് ഇന്ന് മുസ്ലിം ലീഗിലേക്ക് മടക്കി വന്നു. കുറേ കാലം പുറത്ത് നിന്നിട്ട് ഒരു പാർട്ടി മുസ്ലിം ലീഗിൻ്റെ അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല അദ്ദേഹം മടങ്ങി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ CPM ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു, അയാൾ നോമിനേഷൻ കൊടുത്തിരുന്നു, അലവി. ഈ കുന്നത്ത് മുഹമ്മദും കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ CPMൻ്റെ സ്ഥാനാർത്ഥി പിൻവലിയാണ്. ഈ CPM ഇവരെ പിന്തുണക്കുന്ന പറയുന്നതൊക്കെ തന്നെ നാടകീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPMൻ്റെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, നോ കമൻസ് നൗ. അത് കഴിഞ്ഞിട്ട് പറയാം എന്താണ് അത് സംഭവിക്കുന്നത് അറിയട്ടെ. അദ്ദേഹം സമസ്തയുടെ ഒരു പിന്തുണയ്ക്ക് ലഭിക്കുന്ന അവകാശവാദി കുന്നത്ത് മുഹമ്മദ് പറയുന്നുണ്ട്. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലല്ലോ. സമസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അത് മുസ്ലിങ്ങളുടെ ഒരു പിന്നെ ഇതാണ്. സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും സമസ്തയിൽ, അപ്പോൾ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന സമസ്തയിലാണല്ലോ. അവരുടെ സഹായങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. അതൊരിക്കലും അങ്ങനെയുള്ളൊരു സഹായമൊന്നും ആരും പറയില്ല സമസ്തയിൽ നിന്ന്.
അതോടൊപ്പം രാഷ്ട്രീയമല്ലാത്തൊരു കാര്യം, ഈ മഞ്ഞളാംകുഴി അലി എന്ന പേര് പറയുന്നതിന് കൂടെ തന്നെ നമ്മൾ ദി കിങ് പോലെയുള്ള സിനിമകൾ ഒരു ഘട്ടത്തിൽ ഓർക്കാറുണ്ട്. നമുക്ക് ഭാവിയിൽ അങ്ങനെ ഒരു സിനിമകളൊക്കെ തന്നെ നിർമ്മാതാവ് എന്ന നിലയിൽ പ്രതീക്ഷിക്കാമോ? അത് ഒരു സംശയമില്ല. സിനിമ ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്തലില്ല. അത് മരണത്തോടു കൂടിയുള്ളൂ നിർത്തുക എന്നാണ് എല്ലാ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സിനിമ ആരംഭിച്ചോ അതിലുള്ള പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ ഈ സിനിമ എടുത്ത് നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല, മരണം വരെ നിങ്ങൾ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പിന്നെ എന്നോട് പറഞ്ഞതാണ്. അത് എനിക്ക് തോന്നുന്നത് അത് സിനിമ ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ പിന്നെ അത് നിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ദി കിങ്ങിലെ മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെ താങ്കളുടെ അലിഖാൻ്റെ ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെ അതിൽ അനുകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത് സത്യസന്ധമായിട്ട് അങ്ങനെയാണോ? അലിഖാക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു മമ്മൂക്ക അങ്ങനെ വരണം? മമ്മൂക്ക ഒരു നമ്മളാരും പറഞ്ഞതല്ലല്ലോ, മമ്മൂക്ക അത് കണ്ടിട്ട് അതിനനുസരിച്ച് നിന്നതാണ്. എൻ്റെ മുടിയുടെ സ്റ്റൈൽ തന്നെയാണ് മമ്മൂക്കൊക്കെ അതിലുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് ഇരുന്നുണ്ടായിരുന്നത്, അത് പിന്നെ എൻ്റെ മുടിയുടെ പിൻഭാഗം കുറച്ച് നീളം പിന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെ അത്ര നീളമില്ല, കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷേ അത് മമ്മൂക്ക പിന്നെ അതിൽ നിന്ന് കോപ്പി ചെയ്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങളുടെ സ്റ്റൈലിലാണ് ഞാൻ ഇതിൽ നോക്കുന്നത്. വാഹനങ്ങളോടുള്ള പ്രമേയം ഇപ്പോൾ തുടരുന്നുണ്ട് തോന്നുന്നില്ലേ? ഇവിടെ ഒരു പഴയ മോഡൽ വാഹനമൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ 3 വാഹനങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു വലിയ താല്പര്യമാണ്. പഴയ ബെൻസ് 1952 ഒരു പിന്നെ ജീപ്പുണ്ട്, അതുപോലെ തന്നെ 65 ടൊയോട്ട ഉണ്ട്. അങ്ങനെ പഴയ കാറുകളോട് താല്പര്യമുണ്ട്. രാഷ്ട്രീയത്തിൽ മന്ത്രിയൊക്കെ തന്നെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പോകുന്നുണ്ടെങ്കിലും സിനിമയോടും എഴുത്തിനോടൊക്കെയുള്ള ആ താല്പര്യം അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഉറപ്പല്ലേ, എഴുത്തും വായനയോടുള്ള താല്പര്യം പിന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കലാകാരന്മാരെ ബഹുമാനിക്കുന്നുണ്ട്, കലാകാരന്മാരെ ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എല്ലാ ബന്ധം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തും അല്ലേ? അതൊരു സംശയമില്ല, മണ്ഡലം നിലനിർത്തും വലിയ ഭൂരിപക്ഷത്തിൽ. മങ്കടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ മഞ്ഞളാംകുഴി അലിയുടെ വിശദമായിട്ടുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയത്തോടൊപ്പം അദ്ദേഹം താല്പര്യമുള്ള മേഖലകൾ അത് ആ നിലയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. മങ്കട വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ UDF നിലനിർത്തും എന്നുള്ളതാണ് മഞ്ഞളാംകുഴി അലിയുടെ പ്രതികരണം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂബിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.